എന്നുവരും നീ. ഹലോ ഹലോ, എവിടെയുണ്ടാ? ഞാൻ തേടാ കുന്നംകുളത്തുണ്ട്. എന്താണ് പരിപാടി? മറ്റവരൊക്കെ ഭാര്യ വീട്ടിൽ പോയേക്കല്ലേ, നമുക്ക് പിന്നെ എവിടെയും പോവാനില്ലല്ലോ, അതാണ്ട് ഇവിടെ വെറുതെ ഇരിക്കും. നീ എവിടെയാണ്? 2 ദിവസമായാലും കണ്ടിട്ട്. ഞാനും അതെ, വിഷുവായിട്ടേ അമ്മ മാമന്റെ വീട്ടിൽ പോയപ്പോ അമ്മയുടെ കൂടെ പോയി. ഇപ്പൊ വന്നിട്ടുള്ളൂ. ഞാനപ്പോ നീ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചാണ്. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ദേ വരുന്നേ. എന്താണ് കുറെ നാളായാലും കണ്ടിട്ട്? ഞാനൊന്നേ മാമന്റെ വീട്ടിൽ പോയേക്കായിരുന്നു. എന്താണ് കയ്യിൽ കവറൊക്കെ ഉണ്ടല്ലോ? എടേ ഇപ്പൊ പോരാൻ നേരത്ത് മാമനെ കുറച്ച് പടക്കം മേടിച്ചു തന്നേന്, കൊണ്ടുപോയി പൊട്ടിച്ചോളാൻ പറഞ്ഞു. നമുക്ക് പൊട്ടിക്കാം. തക്കുവേ, എന്താടാ എടാ ഒരു കൊച്ചു പയ്യൻ വന്ന് നോക്കിക്കണ്ട. എടാ ചോദിച്ചേ, പാവം കൊച്ചടാ, പടക്കം പൊട്ടിക്കാനുള്ള കൊതി കൊണ്ടുവന്നായിരിക്കുള്ളൂ. 2 പടക്കം കൊടുത്താലോ നമുക്ക്? അവന് പടക്കം പൊട്ടിക്കാനൊന്നുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഞാൻ 4 കമ്പിത്തിരി കൊടുത്തു. ഞാൻ കമ്പിത്തിരി കൊടുക്കും. എടാ ഒരു പാക്കറ്റ് കമ്പിത്തിരി എടുത്തോണ്ട് പൊക്കോ, കുഴപ്പമില്ല, കത്തിച്ചോ. അതല്ലേട്ടാ, എന്റെ മോൻ കിടന്ന് ഉറങ്ങാണ്. പടക്കത്തിന്റെ സൗണ്ട് കേട്ടാലോ അവൻ ഞെട്ടിയണി. വേറെ എവിടെയെങ്കിലും പോയി പൊട്ടിക്ക് ചേട്ടാ. കൊച്ച പടക്കത്തിന്റെ അത്ര ഉള്ള നീ അപ്പോഴേക്കും കൊച്ച. വാടാ, വേറെ എവിടെയെങ്കിലും പോയി പൊട്ടിക്ക. അല്ല, നമുക്കേ ചോദിച്ചു നോക്കിയാലോ? എന്തെന്ന്? അവൻ എങ്ങനെയാണ് പെണ്ണിട്ടിയെന്ന് അറിയാലോ, നമുക്കതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? എടാ നിന്നേടൊന്ന്. ഇല്ലേട്ടാ, നിനക്കെങ്ങനെ പെണ്ണ് കിട്ടിയടാ? എന്റെ അമ്മ മരിക്കാൻ നേരത്ത് അവസാനം പറഞ്ഞ ആഗ്രഹം എന്റെ കല്യാണമായിരുന്നു ചേട്ടാ. അങ്ങനെ കെട്ടിയതാണ്. നമ്മുടെയൊക്കെ എത്ര അപ്പൂപ്പനമ്മ മരിച്ചു, ഒരാൾക്ക് പോലും ഇങ്ങനത്തെ ഒരാഗ്രഹം തോന്നിയിട്ടില്ല. നമുക്ക് പടക്കം പൊട്ടിച്ചടക്കാനൊക്കെ വിദ്യയുള്ളൂ. മടുത്ത് ജീവിതം, ഇത് പൊട്ടിച്ച് ഞാൻ മരിക്കും. തമാശ കളിക്കല്ലേ, എന്തടി കാണിക്കണം? എന്തെങ്കിലും ആവശ്യം വന്നതിന് പണി വാളോട്ടാ. വാ, നമുക്കേ ആരും ഇല്ലാത്തോടത്ത് പോയി വീട്ടാ, അതാണ് നല്ലത്.